മണിക്കുട്ടിയെ ചൂടുണ്ടേ ഇപ്പൊ തരട്ടാ സാറേ വെയിലല്ലേ ഇപ്പൊ തരാ തീറ്റപ്പൊ തരട്ടാ മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി ഇറക്കാൻ കഴിയില്ല ഇനിയാ ഉണ്ടാക്കാണികള് നല്ല ചൂടാ വാ എവിടെ പോയടോ മുതലാളി? മുതലാളി ഇവിടെ അല്ലല്ലോ. ടൗണിൽ പോയതാ. എടോ കൂലിയൊക്കെ ശരിക്കും കിട്ടുന്നില്ലേ? അതൊക്കെ അഡ്വാൻസ് ആയിട്ട് കിട്ടണ്ടെന്ന് അതൊന്നും പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പറയണോ? അല്ലാതാവേ നമ്മള് ഇപ്രാവശ്യം ജയിക്കോ? എല്ലാരും പറയണ നമ്മള് തോറ്റു പോകുന്നാണല്ലോ. എന്താ ഒലക്കമ്മല വർത്താനോണ്ട് പറയുന്നത്? നമ്മുടെ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുന്നതാണ് നമ്മുടെ പാർട്ടി കമ്മിറ്റിയുടെ കണ്ടെത്തല്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സ്ഥാനാർത്ഥി തോറ്റല്ലോ. ഇതാണ് നിങ്ങളെ കുഴപ്പം. നമ്മുടെ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമ്മളെ പാർട്ടിക്ക് 84% വോട്ടാ കിട്ടിയത്. ബാക്കി 2 പാർട്ടിയും കൂടെ കിട്ടിയത് 64% വോട്ടാ. അപ്പൊ ആർക്കാ വോട്ടിങ് കൂടുതൽ? അപ്പം തന്നെയാണ് അല്ലേ? തോറ്റില്ലേ? ആര് തോറ്റ്? സ്ഥാനാർത്ഥി തോറ്റല്ലോ. നമ്മളെ സ്ഥാനാർത്ഥി തോറ്റല്ലോ. ജനവിധി നമുക്കെതിരാണ്. തോൽവിയല്ലല്ലോ അത്. വോട്ടിംഗ് ശതമാനം നമുക്കല്ലേ കൂടിയത്. എന്താ കുഴപ്പമെന്നറിയോ? നിങ്ങളത് പാർട്ടി മീറ്റിങ്ങുകളിലും പരിപാടികൾക്കും വ്യക്തമായി വരാത്തോണ്ടുള്ള കുഴപ്പം അത്. മനസ്സിലായോ? എന്നാലും സ്ഥാനാർത്ഥി തോറ്റല്ലോ. നമ്മളെ സ്ഥാനാർത്ഥി തോറ്റല്ലോ. നമുക്ക് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ജനവിധി നമുക്കെതിരാണ്. ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ കൂടുതൽ അഭിപ്രായം ഒന്നും നോക്കാനില്ല കേട്ടോ. എന്നെക്കാട് പറഞ്ഞാൽ മതി. സുഗുണമാതാ പറഞ്ഞൊക്കെ ഞാൻ വന്നിട്ടുണ്ടാ. ശരി. ഇല്ലടോ നമ്മളെ പാർട്ടി തോറ്റില്ലേ? നേതാവ് പറഞ്ഞു കേട്ടില്ലേ? അത് കറക്റ്റാണ്. അതിന്റെ സ്ഥാനാർത്ഥി തോറ്റല്ലോ. തോറ്റാണ്. പക്ഷെ ജനവിധി നമുക്ക് അത് പറഞ്ഞില്ലേ? ശതമാനം കറക്റ്റാണ്. ശതമാനം